നമസ്കാരം. ഇന്ത്യക്ക് ഒരു ന്യായം, അമേരിക്കയ്ക്ക് മറ്റൊരു ന്യായം. അതെന്തായാലും വില പോകില്ല. പറഞ്ഞു വരുന്നത് റഷ്യൻ എണ്ണ വിഷയത്തിൽ ട്രംപിന്റെ ഇരട്ടത്താപ്പ് നടക്കില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുറേനിയം ഉൾപ്പെടെ റഷ്യയിൽ നിന്നും US ഇപ്പോഴും ന്യൂക്ലിയർ ഇന്ധനങ്ങൾ വാങ്ങുന്നുണ്ട്. ആ സ്ഥിതിക്ക് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാം. റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ പൂർണ്ണമായി നിർത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിനെതിരെ പുടിൻ രംഗത്തെത്തിയത് ഇതോടെയാണ്. US-ല് റഷ്യ ഇന്ധനം വാങ്ങാമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് പറ്റില്ല? ഇന്ത്യയിലേക്ക് തടസ്സമില്ലാതെ എണ്ണ ഒഴുക്കാൻ റഷ്യയും തയ്യാറാണ് എന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ഈ റഷ്യൻ കാര്യത്തില് ഇന്ത്യയുടെ നയവും പുടിന്റെ നയവുമാണ് വ്യക്തമായത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി തടസ്സരഹിതമായി തുടരാൻ തയ്യാറാണെന്ന പ്രഖ്യാപനവുമായാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്താൻ US ഇന്ത്യക്കുമേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയ സാഹചര്യത്തിലാണ് പുടിന്റെ ഈ നിലപാട് പ്രഖ്യാപനം ശ്രദ്ധേയമാകുന്നതും നിർണായകമാകുന്നതും. ഇന്ത്യയുടെ ഊർജത്തിന്റെ വികസനത്തിന് ആവശ്യമായ എണ്ണ, ഗ്യാസ്, കൽക്കരി തുടങ്ങിയവയ്ക്കെല്ലാം ആശ്രയിക്കാനാകുന്ന വിതരണക്കാരനാണ് റഷ്യയെന്ന് ചർച്ചകൾക്ക് പിന്നാലെയാണ് പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത്. അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ എണ്ണ കയറ്റുമതി തടസ്സമില്ലാതെ തുടരാൻ തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യക്ക് മേലുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% തീരുവ ചുമത്തിയത്. തുടർന്ന് എണ്ണ വാങ്ങൽ നിർത്താനുള്ള വലിയ സമ്മർദ്ദവും ഇന്ത്യക്കുമേൽ US ചെലുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ ഇതിന് വഴങ്ങിയിരുന്നില്ല. തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നീ രണ്ട് വമ്പൻ റഷ്യൻ എണ്ണ കയറ്റുമതി കമ്പനികൾക്ക് മേൽ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണമതി ഇറക്ക് വൻതോതിൽ കുറച്ചിരുന്നു. ഒക്ടോബർ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി 38% ഇടിവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2024 ഒക്ടോബറിൽ ഇന്ത്യ $5.8 ബില്യൺ ഇറക്കുമതി നടത്തിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് 3.55 ബില്യണിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. എന്തായാലും പ്രതിസന്ധികൾക്കിടയിലാണ് ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനം ഉണ്ടായത്. ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലും പുടിനും മോദിയും തമ്മിൽ നിർണായകമായ ചർച്ചകളും കരാറുകളും ഏർപ്പെട്ടിരുന്നു. 2026 മോസ്കോയിൽ നടന്ന 24ാം വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പുടിനെ ക്ഷണിച്ചിരുന്നു. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും 16 കരാറുകളിലാണ് ഒപ്പുവെച്ചത്.